നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകം ഇന്ന് നേരിടുന്ന പ്രധാന പ്രതിസന്ധികളിൽ ഒന്നാണ് കാർബണിന്റെ പുറന്തള്ളൽ. ഇതുമാത്രമല്ല, പല രീതിയിലുള്ള കാലാവസ്ഥാ മാറ്റങ്ങൾ ലോകത്തിന്റെ പല കോണുകളിൽ സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ വലിയ പ്രകൃതി ദുരന്തങ്ങളാണ് നാളേക്ക് ബാക്കി വെച്ചിരിക്കുന്നത്. അതിന്റെയൊക്കെ ഫലങ്ങൾ ഇപ്പോഴും ലോകത്തിന്റെ പല കോണുകളിലായിട്ടും നമ്മൾ കാണുന്നതാണ്. ഇനി ഭാവിയിൽ ഇതൊക്കെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാലും ഭാവി തലമുറയെ കാത്തിരിക്കുന്നതും നിരവധി പ്രശ്നങ്ങളാണ്. ആഗോള താപനം ഭാവിയിൽ വൻതോതിൽ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനെ നിസ്സാരമായി തള്ളിക്കളയാനാകില്ല. കാരണം ഇതിലെല്ലാം തന്നെ ഓരോ മനുഷ്യർക്കും, നമ്മൾ ഉൾപ്പെടെ എല്ലാവർക്കും പങ്കുണ്ട്. 2200 ആകുമ്പോഴേക്കും ഭൂമിയുടെ താപനില 12.6 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ഗവേഷണ ഫലങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത്. അതായത് കാർബൺ പുറന്തള്ളുന്നതിന്റെ അളവ് കുറഞ്ഞാലും ഇത് തന്നെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. ജർമ്മനിയിലെ പോട്സ്ലം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ഇംപാക്ട് റിസർച്ചിലെ ശാസ്ത്രജ്ഞന്മാരാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. സാധാരണ വിളകൾക്ക് ശരിയായി വളരാൻ കഴിയാത്തത്ര ചൂടായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഇത് ആഗോള ഭക്ഷ്യ അരക്ഷിതാവസ്ഥയ്ക്കും അതുപോലെ പട്ടിണിക്കും കാരണമാകുമെന്നാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത്. അതേസമയം മഞ്ഞുരുകുന്നത് മൂലം സമുദ്രനിരപ്പ് ഉയരുന്നതിന്റെ ഫലമായി വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് കാരണം തീരദേശ നഗരങ്ങളിൽ നിന്ന് പലായനം ചെയ്യാൻ ആളുകൾ നിർബന്ധിതരാകും. അത്തരം ഒരു സാഹചര്യത്തിൽ വരൾച്ച, ഉഷ്ണതരംഗങ്ങൾ, കാട്ടുതീ, ഉഷ്ണമേഖലാ കൊടുങ്കാറ്റുകൾ, വെള്ളപ്പൊക്കം തുടങ്ങിയ തീവ്രമായ പല സംഭവങ്ങളും ഈ കാലയളവിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഇപ്പോഴേ പറയുന്നുണ്ട്, ചൂട് വരുമ്പോൾ ഭയങ്കര ചൂടാണെന്ന് സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ എന്തൊരു മഴയാണെന്ന് നമ്മൾ കമന്റൊക്കെ പറയാറുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ നമ്മളെല്ലാം തന്നെ സുഖമായി ജീവിച്ചു പോയാലും, അല്ലെങ്കിൽ അതിനൊക്കെ തരണം ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചാലും, ഇനി വരുന്ന വർഷങ്ങൾ കഴിഞ്ഞു വരുന്ന ഭാവി തലമുറയ്ക്ക് ഇതൊന്നും തന്നെ തരണം ചെയ്യാൻ പറ്റാത്തത്ര തരത്തിൽ കാര്യങ്ങൾ വഷളാവുകയാണ്, അല്ലെങ്കിൽ ഭൂമിയുടെ അവസ്ഥ കൂടുതൽ വഷളാവുകയാണ് എന്നാണ് ഇത്തരത്തിലുള്ള പഠന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഇതൊരു അപായമണി തന്നെയാണ്, അല്ലെങ്കിൽ ഇതൊരു മുന്നറിയിപ്പാണ്. ഇപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള പഠനങ്ങളെ നമ്മൾ കാര്യമായി തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അതിലുള്ള പല മാറ്റങ്ങളും വരുത്തണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇതിലൂടെ നൽകുന്നത്. വേനൽക്കാലത്ത് താപനില അപകടകരമായ വിധം ഉയരുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതെല്ലാ പ്രായത്തിലുമുള്ള ആളുകളുടെ ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തും. കാർബൺ പുറന്തള്ളുന്നതിന്റെ അളവ് വൻതോതിൽ കുറയ്ക്കുന്നതാണ് നേരത്തെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കരുതൽ നടപടിയെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. താപനില വൻതോതിൽ ഉയരാനുള്ള സാധ്യത എല്ലാവരും ഗൗരവകരമായി തന്നെ കണക്കിലെടുക്കണമെന്നാണ് ഇവർ പറയുന്നത്. കൽക്കരിയുടെയും പ്രകൃതിവാതകത്തിന്റെയും അമിതമായ ഉപയോഗമാണ് കാർബൺ ഡയോക്സൈഡും മീഥെയിനും എല്ലാം കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടാൻ കാരണമെന്നാണ് പറയപ്പെടുന്നത്. പഠനത്തിനായി ഭാവിയിലെ ആഗോള താപന സാഹചര്യങ്ങൾ അനുകരിക്കാൻ സംഘം ക്ലൈംബർ എക്സ് എന്ന് വിളിക്കപ്പെടുന്ന അവരുടെ സ്വന്തം പുതുതായി വികസിപ്പിച്ചെടുത്ത കമ്പ്യൂട്ടർ സംവിധാനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സുപ്രധാന ഭൗതിക, ജൈവ, രാസ പ്രക്രിയകളെ ഏകോപിപ്പിച്ച് പഠനം നടത്താൻ ഇത് ഏറെ സഹായകരമായി മാറും. ഇതുവരെയുള്ള മിക്ക കാലാവസ്ഥാ പഠനങ്ങളും ഭാവിയിൽ 2300 വരെയുള്ള കാര്യങ്ങൾ മാത്രമേ പ്രവചിക്കുന്നുള്ളൂ എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ഈ സഹസ്രാബ്ദത്തിലെ ആഗോള താപനം മുൻകാല കണക്കുകൂട്ടലുകളെയെല്ലാം കടത്തിവെട്ടുമെന്നാണ് ഗവേഷകർ കണക്കുകൂട്ടുന്നത്. ഇവിടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം മറ്റൊന്നിന് ആക്കം കൂട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഉദാഹരണമായി, മഴക്കാലത്ത് പുല്ലുകൾ വൻതോതിൽ വളരും. പിന്നീട് വേനൽക്കാലമാകുമ്പോൾ അവയെല്ലാം ഉണങ്ങി കാട്ടുതീ പടരാനും കാരണമാകുന്നുണ്ട്. ഏതായാലും ഇതെല്ലാം തന്നെ, ഈ സൂചനകളും പഠനങ്ങളും റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് നമ്മുടെ വരും തലമുറയ്ക്ക് ഇനി ഭൂമിയിൽ അവശേഷിക്കാൻ ഉണ്ടാകുന്നത് ദുരന്തം മാത്രമായിരിക്കും എന്നുള്ള ഒരു സൂചനയാണ്. അതും പ്രകൃതി ദുരന്തങ്ങൾ ധാരാളമായി സംഭവിക്കാനുള്ള സാധ്യത മുൻപിലുണ്ട് എന്നുള്ളതാണ് ഈ പഠനങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ കേരളത്തെ മാത്രം എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഇവിടെയും പലതരത്തിലുള്ള കാലാവസ്ഥാ പ്രതിസന്ധികളും ഭാവിയിൽ വലിയ ആപത്ത് വരുന്നതിനുള്ള സൂചനകളാണെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരടക്കം പറയുന്നത്. ഇപ്പോൾ ഈ ഒരു മാസം എടുക്കുകയാണെങ്കിൽ തന്നെ ആദ്യം മുതൽ തന്നെ വേനൽ മഴ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷത്തെയും അപേക്ഷിച്ച് ഇപ്രാവശ്യം നേരത്തെ തന്നെ വിവിധ ജില്ലകളിൽ വേനൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിലും പറയുന്നത്. അന്തരീക്ഷത്തിൽ ചാര നിറത്തിലുള്ള നിംബസ് കാർമി
കാർമേഘങ്ങൾ വ്യാപകമാകുന്നതും ന്യൂനമർദ്ദപാത്തിയുമാണ് മഴയ്ക്ക് കാരണമാകുന്നത്. മഴയ്ക്കൊപ്പം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും അധികൃതർ നൽകിയിട്ടുണ്ട്. വേനൽ മഴ പലപ്പോഴും കർഷകർക്ക് ഏറെ ആശ്വാസമാകാറുണ്ട്. എന്നിരുന്നാലും വേനൽ മഴയുടെ അളവിൽ പൊടുന്നനെ ഉണ്ടാകുന്ന വർധനവ് കേരളത്തിന് അത്ര ശുഭകരമല്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഗുണത്തിലേറെ ദോഷമാണ് വേനൽമഴ കൊണ്ട് ഉണ്ടാകുന്നത്. സംസ്ഥാനത്ത് വേനൽമഴ വർദ്ധിച്ചാൽ താപനില ക്രമാതീതമായി ഉയരുന്ന സ്ഥിതിയാണുള്ളത്. ഇത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും പരിസ്ഥിതി ആഘാതങ്ങളിലേക്കും നയിക്കുന്നു. ഓരോ വർഷം തോറും കേരളത്തിലെ താപനില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ സംസ്ഥാനത്തിന്റെ കാലാവസ്ഥാ റിപ്പോർട്ട് അനുസരിച്ച് 2024 കേരളത്തിന് ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നു. വേനൽ മഴയുടെ അളവ് കേരളത്തിൽ എപ്പോഴെല്ലാം വർദ്ധിച്ചു വരുന്നുവോ അതിനനുസരിച്ച് കേരളം ചുട്ടുപൊള്ളുന്ന സ്ഥിതിയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഡാറ്റ പ്രകാരം കഴിഞ്ഞ 50 വർഷമായി സംസ്ഥാനത്ത് വേനൽ മഴ വർദ്ധിച്ചു. ഇത് സംസ്ഥാനത്തെ ശരാശരി താപനില വർദ്ധിക്കുന്നതിന് ഇടയാക്കി. ശരാശരി കണക്ക് പ്രകാരം വേനൽക്കാലത്ത് കേരളത്തിൽ ഏകദേശം 359.1 മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്നു. കഴിഞ്ഞ 50 വർഷമായി വേനൽ മഴ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് കടുത്ത ചൂട് അനുഭവപ്പെടുമെന്നും ഗുരുതര പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വേനൽക്കാലത്ത് കേരളത്തിലെ ശരാശരി താപനില വർദ്ധിക്കാൻ കാരണം അധിക വേനൽ മഴയാണെന്ന് വിദഗ്ധർ പറയുന്നു. അന്തരീക്ഷ വായു ചൂടാകുമ്പോൾ അത് വികസിക്കുകയും കൂടുതൽ നീരാവി വഹിക്കുകയും ചെയ്യുന്നത് ഇത് പിന്നീട് തീവ്ര മഴയ്ക്ക് കാരണമാകും. കാലാവസ്ഥാ വ്യതിയാനം മൂലം അന്തരീക്ഷത്തിലെ വായു കൂടുതൽ നീരാവി വഹിക്കുന്നു. വായുവിലെ താപനില ക്രമേണ ഉയരുകയാണെങ്കിൽ ഈർപ്പം ശേഖരിക്കാൻ കൂടുതൽ ഇടം സൃഷ്ടിക്കുകയും ഇത് ഹ്രസ്വകാലങ്ങളിൽ കനത്ത മഴയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. ഇത് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിലേക്ക് നയിച്ചേക്കുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഉഷ്ണതരംഗം, സൂര്യാഘാതം, വെള്ളപ്പൊക്കം, വരൾച്ച എന്നിവയ്ക്കുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും. വെള്ളപ്പൊക്ക സാധ്യത കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഉഷ്ണതരംഗങ്ങൾ ബാഷ്പീകരണം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. തുടർന്ന് ലഭിക്കുന്ന മഴ കൂടുതൽ തീവ്രമായ മഴയ്ക്ക് കാരണമാകും. വരണ്ട പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഇത് വെള്ളപ്പൊക്കത്തിലേക്ക് നയിക്കും. ചില പ്രദേശങ്ങളിൽ മഴയുടെ അളവ് വർദ്ധിക്കുമ്പോൾ മറ്റു ചില പ്രദേശങ്ങളിൽ ബാഷ്പീകരണവും ചൂടും വർദ്ധിക്കുന്നത് മൂലം വരൾച്ച അനുഭവപ്പെടാം. വരണ്ട കാലാവസ്ഥയും ഉയർന്ന താപനിലയും കാട്ടുതീ സാധ്യത വർദ്ധിപ്പിക്കും. താപനിലയിലും മഴയുടെ അളവിലുമുള്ള മാറ്റങ്ങൾ ആവാസ വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുകയും ജൈവ വൈവിധ്യം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. കൂടാതെ ഉഷ്ണതരംഗങ്ങളും വരൾച്ചയും കൃഷിയെയും അതിന്റെ വിളകളെയും നശിപ്പിക്കുന്നുണ്ട്. ഉഷ്ണതരംഗങ്ങൾ ആസ്മ പോലുള്ള ശ്വസന രോഗങ്ങൾ വർദ്ധിപ്പിക്കും. ചൂടുകാലത്ത് ശരീരത്തെ പെട്ടെന്ന് തണുപ്പിക്കാൻ ശ്രമിക്കുന്നത് ഹൃദയത്തെയും വൃക്കകളെയും സമ്മർദ്ദത്തിലാക്കും. ഇത് ഹൃദയ സംബന്ധമായ രോഗങ്ങളിലേക്ക് നയിക്കും. ഉയർന്ന താപനില നിർജ്ജലീകരണത്തിലേക്ക് നയിക്കും. സംസ്ഥാനത്ത് മൺസൂണിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ അധിക മഴ പെയ്താൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യത കൂടുതലാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മഴക്കാലത്ത് അധിക മഴ ലഭിക്കാൻ സാധ്യത കൂടുതലാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് മലപ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയും വർദ്ധിക്കും. അതേസമയം താപനില വർദ്ധിക്കുന്നത് ഇടിമിന്നലിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുമെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. താപനില ഓരോ ഡിഗ്രി സെൽഷ്യസ് വർദ്ധിക്കുന്നതിന് അനുസരിച്ച് ഇടിമിന്നൽ സാന്ദ്രതയിലും 12% വർധനവുണ്ടാകും. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ജാഗ്രത പുലർത്തണം. ഭാവി തലമുറയും സംരക്ഷിക്കേണ്ടത് കൂടി നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ കൈകൊണ്ട് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഭൂമിയുടെയും അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ ഒതുങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കില്ല.